ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 35 ശ്ലോകം 3. ത്വദ്വാർത്താകർണനോദ്യദ്ഗരുദുരുജവ സമ്പാതി വാക്യ പ്രോത്തീർണാർണോധിരന്തർനഗരി ജനഗജാം വീക്ഷ്യദത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചണരണഃ സോഡബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാച്ചലങ്കാം ഛടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ത്വത് വാർത്ത ആകർണൻ ഉദ്യത് ഗരുത് ഉരു ജവ സമ്പാതി വാക്യ പ്രോത്തീർണ അർണോധിഹി അന്തർനഗരി. ഇത്രയും ചേർന്ന സമസ്ത പദമാക്കും. ത്വത് വാർത്ത ത്വദ്വാർത്ത. ത്വദ്വാർത്ത പ്ലസ് ആകർണൻ ത്വദ്വാർത്താകർണൻ ഉദ്യത് ത്വദ്വാർത്താകർണനോദ്യത് ത്വദ്വാർത്താകർണനോദ്യദ്ഗരുദുരു ജവ സമ്പാതി വാക്യ ഗരുദുരുജവ സമ്പാതി വാക്യ പ്രോത്തീർണ അർണോധിഹി അന്തർനഗരി പ്രോത്തീർണാർണോധിരന്തർനഗരി. ചേർത്ത് ചൊല്ലട്ടെ. ത്വദ്വാർത്താകർണനോദ്യദ്ഗരുദുരുജവ സമ്പാതി വാക്യ പ്രോത്തീർണാർണോധിരന്തർനഗരി ജനഗജാം വീക്ഷ്യ ദത്വാ അങ്കുലീയം പ്രക്ഷുദ്യ ഉദ്യാനം അക്ഷക്ഷപണചണരണഃ പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചണരണഃ സോഡബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഛടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ഹരേ കൃഷ്ണ. വാനരാളെല്ലാം സുഗ്രീവൻ 4 പക്കത്തകം ചൊല്ലിയനുപ്പുറർ 4 സൈഡിക്ക് 4 ടീമാവാ പോറാം. ഹനുമാര് അങ്കദൻ ജാമ്പവാൻ இந்த மாதிரி உள்ளவாலாம் சத்தான் சைடுக்கு வராம். அப்படி அவ வந்து பார்த்து ഇനി കടക്കാതെ ഓൾമോസ്റ്റ് എൻ്റെ സമുദ്ര തീരം വരയ്ക്കും വന്നായച്ച് സുഗ്രീവൻ ചൊല്ലിയിരിക്കാൻ നിങ്ങൾ സീതാദേവി എങ്കിരിക്കാങ്கிறது കണ്ടുപിടിക്കായ്ക്ക് വന്നളാനാ അപ്പുറം ഉങ്ങളോട് ഉടമ്പക്ക് മേലെ அந்த തല ഇരിക്കാതെ അങ്ങനെ ശിരച്ഛേദം പണിവിടുവോ അപ്പടിന്നാലും ചൊല്ലിയിരിക്കാം. അതൊക്കെ കേട്ടത് ഇനി നമ്മൾ തിരുമ്പി പോനാനാ അത് തലയിരിക്കാതെ അതൊക്കെ നമ്മൾക്ക് ഇങ്ങേയെ നമ്മൾക്കെല്ലാം നമ്മളോട് ഉടമ്പ ത്യാഗം പണിയോടലാണ് അപ്പടിന്ന് നനച്ചത് എല്ലാവരും അന്നൊക്കെ ഒന്നും പേശിന്തിരിക്കാം ചൊല്ലിക്കുക. എന്താ ജഡായുക്ക് പാവം നല്ലൊരു മരണം കടശി സമയത്തില് രാമർ പക്കത്തിലിരുന്ന് മരണം കിടച്ചത് അപ്പടിന്ന് വലിയ ചൊല്ലിടത്ത് കേട്ടപ്പോ അങ്ക ഒരു പെരിയൊരു ജന്തു ரொம்ப பெருசா இருக்கான் பார்க்கறதுக்கு. அது എനിക്ക് அங்கிருந்து என்ன சொன்னால் ஜடாயுவா என்ன சொன்னால் அப்படின்னு சொல்லி கேட்கறது.
അപ്പൊ ഇവൾക്ക് കൊഞ്ചം ഭയമായിരിക്കും, ഇത് വല്ല രാക്ഷസനാക്കുമോ, എന്ത് രൂപത്തില് വന്നിരിക, സീതാദേവിയെ അപഹരിച്ചത് പോലെ രാക്ഷസൻ താനോ ഇത് അപ്പടിங்கிற மாதிரிலாம் തോന്നറുതാ. ஆனா பக்கத்துல போறது ஒரு சொல்றார், நான் ജഡായുവോട് അണ്ണാവാക്കും, എന്നോട് പേര് സമ്പാദി. ഞാനും ജഡായുവും രണ്ടുപേരും ഒരു ബെറ്റ് വെച്ചു. ഏറ്റവും ചീക്കരം എപ്പടി സൂര്യൻ പക്കത്തില്ല, സൂര്യൻ ഉദിച്ചു വന്നിരുന്നപ്പോ ആ പാത്രത്തിൽ നല്ലൊരു പഴം മാതിരി ഇരുന്നതാണ്, നല്ല ഓറഞ്ച് കളറില്. അപ്പൊ അന്ത പഴത്തെ പോയി പിടിക്കലാങ്കറ മാതിരി ഓടി പോയിരിക്ക, പറന്നു പോയിരിക്ക. കൊഞ്ചം കഴിഞ്ഞപ്പോ അന്ത സൂര്യനോട് അന്ത ഹീറ്റ് ரொம்ப ജാസ്തിയാനപ്പോ ജഡായുക്ക് ഒരു ഇത് വന്നെടുത്തു. ജഡായു കരിഞ്ചു പോകുമെന്ന് ചൊല്ലി അണ്ണാ സമ്പാദി എന്നെ പண்றாന്ന് തന്നോട് ചെറഹ അന്ത ജഡായുക്ക് മേലെ വിരിച്ചു വെച്ചിക്കറ. അപ്പൊ ജഡായുക്കൊന്നും ആഹപ്പെടാതെന്ന് വെച്ചത്. അതില് സമ്പാദിയോട് അന്ത ചെറഹ എല്ലാം കരിഞ്ചു പോയിടുறது. ഇനി പറക്ക മുടിയാതെങ്കിற ഒരു സ്റ്റേജ് വന്നയച്ച് അപ്പടി കീഴെ വന്ന സമയത്തില് അവർക്ക് എന്നയ്ക്ക് അപ്പോൾ ഇപ്പടി വന്നുകൊടുത്തതിൽ ரொம்ப കഷ്ടപ്പെടുത്ത എന്നയ്ക്ക് രാമർക്ക് കൈങ്കര്യം പണ്ണറത്തുക്കാ വേണ്ടി ഇങ്ങ വാനര സൈന്യം വരാളോ അവൾക്ക് എന്താ ദിശയെ കാട്ടിക്കൊടുത്താൽ എനിക്ക് തിരുപ്പിയും മുന്നാടി മാതിരിയെ പറക്കാൻ വേണ്ടിയും ഇങ്ങറമാരി ചൊല്ലിയിരുന്ന. അപ്പോൾ അതൊക്കെ കേട്ടുക്കറ സമ്പാദി. അപ്പം ജഡായുക്ക് എന്നാച്ച് കേക്കറത്ത് இந்த மாதிரி നടന്ന കഥകളെല്ലാം ചൊല്ലുക. സീത പൊന്മാൻ വേണം കേൾക്കറ. രാമൻ എന്താ മാനെ പിടിக்கிறதுக்காக വേണ്ടി പോർത്തെ അത് ചത്തം പോടുறது. അന്ത സമയത്തിൽ ലക്ഷ്മണൻ രാമരെ ഹെൽപ്പ് പണ്ണ പോന അന്ത ഒരു ഗ്യാപ്പിൽ രാവണൻ വന്ന് സീതാദേവിയെ പിടിച്ചിട്ട് തന്നോട് വിമാനത്തിൽ വെച്ചെന്ന് കൊണ്ടുപോയിട. അത് എതിർക്കത്തേക്ക് പോനാൽ ജഡായുവോട് ചിറകെല്ലാം ചന്ദ്രഹാസങ്കര വാളാല രാവണൻ വെട്ടിപ്പോട്ടുവിട്ടാൻ. കടശി സമയത്തിൽ രാമരെ പാത്തന്ന് എന്താ ജഡായുക്ക് മോക്ഷം കിടച്ചത്. രാമരെ തൻ കയ്യാൽ എന്താ ജഡായുക്ക് വേണമെങ്കിൽ പ്രേത കാര്യമെല്ലാം പണ്ണിന അപ്പടിന്നെല്ലാം കേട്ടതും ரொம்ப ഇതാച്ച് ഞാൻ உங்களுக்கு ഹെൽപ്പ് പണ്ണാറെ இந்த വഴിയാത്താൻ സീതയെ കൂട്ടിന്ന് പോന നേരെ പോയി കഴിഞ്ഞാൽ അന്ത പക്കം ശ്രീലങ്ക அந்த லெங்கால போனானா உங்களுக்கு சீதாதேவியை பார்க்க முடியும். சீதான்வேஷணத்துக்காக நீங்கள் வந்திருக்கீங்களே, இதை தாண்டி இந்த சமுத்திரத்தை தாண்டினான இந்த சீதாதேவியை பார்க்க முடியும் அப்படின்னு ജഡായു ചൊല്ലുന്നത്. ത്വദ്വാർത്താ കർണനോദ്യ ഗരുദുരുജവ സമ്പാദി വാക്യ പ്രോത്തീർണാർണോതി സഹ ഹനുമാൻ അന്തർനഗരി ജനഗജാം വീക്ഷ്യ. ഇപ്പിടി ഇത് ചൊല്ലത് കേട്ടപ്പോ എന്താ ത്വത് വാർത്ത ഭഗവാനോട് എന്ന കഥയ കർണനോദ്യത് കേട്ടതും ഗരുദുരുജവ സമ്പാദിക്ക് എന്താ ചിറകെല്ലാം തിരുപ്പി മുളച്ചു വന്നത്. അന്ത സമ്പാദി ചൊന്നത്തെ വെച്ചത് സമ്പാദിയോട് വാർത്തയെ കേട്ടുന്നത്. അർണോദിഹി സമുദ്രത്ത് സഹാ ഹനുമാൻ പ്രോത്തീർണ ഹനുമാരിക്ക് അത് ചാടിക്കിടക്കാർ. അപ്പൊ എപ്പടി ചാടിക്കിടന്നാൽ ഹനുമാരിക്കും ഇതേമാതിരി മുന്നാടി ഒന്ന് വന്നിരിക്ക് ഇதை பார்த்துட்டு சூரியனை பார்த்துட்டு ஏதோ ஆரஞ்சு பழமாக்குன்னு சொல்லி சாடி போகிறத அப்படியே தாடியில் ഹനുന്ന താടിയിൽ ഒരു തട്ട് കിടച്ചത് ഒരടി അടിച്ച് കീഴെ വീഴ്ന്നു വിടുക. അപ്പടിയേ വരുണ പവനപുത്രനല്ലുവാ വായു ഭഗവാൻ എനിക്ക് ഭയങ്കര മശങ്കായ്ക്ക് സ്റ്റാൻഡ് സ്റ്റില്ലാക്കി വിടുക. അപ്പം ദേവാളെല്ലാം വന്നിട്ട് എന്നെ വണ്ണം ചെല്ലടുത്ത് ഇപ്പോൾ എന്നോട് കുഴന്തയ്ക്ക് ഇപ്പടി ഒരു ഇത് വന്നിരിക്കുന്നു ചോറ് ரொம்ப ശക്തിമാനായിരിപ്പൻ ഹനുമാനാണ്. അവൻ എപ്പോ രാമർക്ക് കൈങ്കര്യം വണ്ണ വരുവാളോ അന്ത സമയത്തിൽ തിരുപ്പി അവനോട് ശക്തിയെല്ലാം വരും.
അവനക്ക് ഇരിക്കപ്പെട്ട ശക്തി ഹനുമാരിക്ക് தெரியாது. அதை சொல்லி எடுத்து சொல்லறது ஹனுமாருக்கு அந்த சக்தி திருப்பி வரும் அப்படின்னு அந்த சமயத்தில் சொல்லியிருக்கா. இங்கே இந்த இது சமுத்திரத்தை கடக்கிறது லங்கா வரைக்கும் போகணுமே, எப்படி போக முடியும்னு சொல்லி பார்த்தானா ஒவ்வொருத்தரும் சொல்கிறேன் எனக்கு 5 யோஜனை சாட முடியும், 10 யோஜனை சாட முடியும், ஒருத்தரும் சொல்கிறேன் எனக்கு 50 யோஜனை சாட முடியும். സമുദ്രത്തോട് പാതി വരയ്ക്കും ചാടിയിട്ട് പ്രയോജനമുണ്ടാ, സമുദ്രത്തുക്കുള്ള വിഴുവാത്രത് 100 യോജനയും ചാടി അന്തപ്പക്കം പോണം. അപ്പോൾ ആരാല മുടിയും കേക്കർത്ത് അങ്കദൻ എല്ലാവരും ഇരിക്ക, അങ്കദൻ ഇരിക്കാർ. ജാമ്പവാനൊക്കെ അന്ത സമയത്തിൽ എടുത്ത് ചൊല്ലറാർ പൊന്നാല മുടിയും നീ പവനതനയനാക്കും അഞ്ജനാപുത്രനാക്കും പൊന്നാല ഇത് അന്തപുകന്ത ലങ്കാവ് ചാട മുടിയും அப்படின்னு சொன்னது. அப்படியே தன்னோட உடம்ப பெரிசாக்கி നേരെ എന്താ ഇത് ചാടി വിടുവാൻ വഴിയിൽ വരപ്പെട്ട തടസ്സങ്ങളെല്ലാം മാറ്റി എന്താ സുന്ദരകാണ്ഡത്തെ പൂര എന്തൊരു ശ്ലോകത്തിൽ ചൊല്ലാർ ഭട്ടതിരി. அங்கே போய் லங்கா நகரிக்குள்ள போய் சீதாவை பார்த்து அங்குலியம் தத்துவ மோதிரத்தை கையில் கொடுத்து ഉദ്യാനം പ്രക്ഷുദ്യ അശോക ഉദ്യാനത്തെ എല്ലാത്തെയും ഉടച്ച് അക്ഷക്ഷപണ ചണരണ സോഡബന്ധഹാദിശാസ്യം ദൃഷ്ടുവ. ഇത് അശോകവനത്തെ നാശം പണിനാർ அப்படி தெரிஞ்சதும் அக்ஷகுமாரன் வர രാവണപുത്രൻ ரொம்ப ബലവാൻ. അവൻ അവനെ യുദ്ധത്തിൽ കൊന്നൂടുறார் ഹനുമാൻ. உடனே பிரம்மாஸ்திரத்தை போட்டு கட்டி வைக்கிறா ஹனுமார். தசாஸ்யம் சோடபந்த பிரம்மாஸ்திரத்தினால கட்டி வைக்கிறார் ராவணன். ஆளை சொல்லி கட்டி வைக்கிறா. அப்படியே கூட்டிந்து வரா ராவணன் முன்னாடி. ராவணனை பார்க்கறார். தசாஸ்யம் திருஷ்டுவா ராவணனை பார்க்கறார். லங்காம்ச புஷ்டுவா சடிதி. அதுக்கப்புறம் வால்ல அந்த அக்னியை துணியை கட்டி அக்னியை வைக்கிற. அந்த அக்னியை வச்சு லங்கையை பூரா தகனம் பண்ணி விடுறார். லங்கா தகனம். தே மௌலி ரத்னம் ததோ. அது கழிச்சு இந்த சீதா பிராட்டிகிட்டேருந்து வாங்கிட்டு வரப்பட்ட மௌலி ரத்னம் இந்த சூடாமணியை கொண்டு வந்து ராமர் கையில் கொடுக்குறார். அதாவது இந்த ஒரே ஒரு ശ്ലോകത്തിൽ പൂര அந்த സുന്ദരകാണ്ഡത്തെയും വിവരണം பண்ணியிருക്കണം. ഹരേ കൃഷ്ണ.